നിന്റെ മോനെ കാരണം ജീവിക്കാൻ വയ്യാതായി കേട്ടാ. ഡേയ് അവൻ എൻ്റെ മോളുടെ പണി കണയച്ച് അടങ്ങുള്ളൂ അല്ലടാ. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യുന്ന അമ്മാവൻ എനിക്കറിയാം അമ്മാവ വന്നാലേ കണ്ടിരി. വേണ്ട വേണ്ട, ഞാനിരുന്നില്ല, ഞാൻ അവിടെ എങ്ങനെ നിന്നോളാം. ഇല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ജ്യൂസൊക്കെ ഉണ്ട്, കളറുള്ളടാ. ഓ എന്നാ ഒരു ഗ്ലാസ് കുടിക്കാം അല്ലേ മോളെ? മാമ അതിന്റെ കളർ കണ്ടിട്ട് കാര്യമില്ല, അത് ജ്യൂസാണ്. അത് എനിക്കിത് എന്ത് കുടിച്ചാലും എനിക്ക് അത് കണക്കെ തോന്നുന്നു. അല്ല ഞാൻ പറയണതേ ഇപ്പൊ മാമനും നീയൊന്നും ഇത്ര വലിയ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ സ്കൂളിൽ ഇൻസ്പെക്ഷന് വരുന്ന ഡിഒമാര് ഈ അറ്റൻഡൻസ് എടുക്കുന്നതും കുട്ടികളുടെ എണ്ണം നോക്കണതും കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ പതിവല്ലേ? അത് ശരിയാ. എന്ന് വെച്ചിട്ട് ഡിഒ വരുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാര് ശരിയല്ല എന്ന് പറയണത് അത് പതിവാണോ? അല്ല അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. തോന്നിയാസം നിന്റെ അല്ലേ മോൻ, ആ ഗുണമല്ലേ കാണിക്കുള്ളൂ. എടാ ഒന്നേ ഉണ്ടെങ്കിൽ ഒലക്കേക്ക് അടിച്ച് വളർത്തണം. അവനിങ്ങ് വരട്ടെ, ഞാൻ നല്ല കീച്ചു കൊടുക്കുന്നുണ്ട്. അല്ല ഞാൻ ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചേ, അപ്പൊ പറയാ അവൻ പറഞ്ഞു ആദ്യം പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ട് ഒന്ന് പഠിപ്പിക്കും, പിന്നെ അടുത്ത ടീച്ചർ വന്നിട്ട് പറയും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന ടീച്ചർ അത് തെറ്റാന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന ടീച്ചർമാർ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല ആ ചാകം പറയാൻ. എനിക്കിത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ആ സ്കൂളിലെ ടീച്ചർമാർ പോലും ഇതൊരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല.